അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിനാ മക്കത്ത ഔ അസദ്ദ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവേ, മദീനയെ നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി തരണേ അല്ലാഹ്. കഹുബ്ബിനാ മക്ക, മക്കയെ ഞങ്ങൾ സ്നേഹിച്ചതുപോലെ മദീനയെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി തരണേ അല്ലാഹ്. ഔ അസദ്ദ, അല്ലെങ്കിൽ മക്കയേക്കാൾ കുറച്ചുകൂടി അധികം മദീനയോടുള്ള പ്രണയമ സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന എന്ത് സങ്കടമുള്ള അവസ്ഥയാണിത് എന്ന് ഭാര്യ പറയുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ തിരുത്തിക്കൊണ്ട് പറയുന്നു, ബൽ വാ, മോളെ അങ്ങനെയല്ല കേട്ടോ, വലിയ ആനന്ദമുള്ള നിമിഷമാണ്, സന്തോഷമുള്ള നിമിഷമാണ്, ഞാൻ മനസ്സിൽ വലിയ സന്തുഷ്ടനാണ്. മുഹമ്മദാ, നാളെ ഞാൻ എൻ്റെ സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ സ്നേഹിതൻ, എൻ്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോവുകയാണ്. ഞാൻ പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് വല്ലാത്ത ആനന്ദമാണ് കേട്ടോ. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقد قال نبينا وحبيبنا محمد صلى الله عليه وسلم: اللهم حبب إلينا المدينة كحبنا مكة أو أشد، أو كما قال رسول الله. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പടച്ച റബ്ബ് മാപ്പാക്കി തരുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും അവന് പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം എന്ന നിലയ്ക്ക് പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വിശ്വാസികളുടെ മനസ്സിലും ഒട്ടേറെ സന്തോഷങ്ങളും വലിയ മഹത്തായ സ്മരണകളും അത് നിറയ്ക്കുന്നുണ്ട് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന പരിപാടികളും മൗലിദിന്റെ സദസ്സുകളും മദ്ഹിന്റെ ബൈത്തുകളും പള്ളികളും വീടുകളുമൊക്കെ മുത്തുനബി തങ്ങളുടെ ജന്മദിനത്തെ വരവേറ്റുകൊണ്ടുള്ള അലങ്കാരങ്ങളും അങ്ങനെ തുടങ്ങി വിശ്വാസിയുടെ മനസ്സിൽ ഈമാനിന്റെ ആവേശമുണ്ടാക്കുന്ന ദിനരാത്രങ്ങളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം എന്നത്. പ്രവാചക സ്നേഹത്തിന്റെ അത്ഭുത ലോകത്തേക്ക് നമ്മെ ഓരോരുത്തരെയും കൊണ്ടുചെന്നെത്തിക്കുന്ന ദിവസങ്ങളാണ് ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ. അല്ലാഹു തആല അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള മദ്ഹുകൾ കേൾക്കുന്നതും പറയുന്നതുമൊക്കെ അവൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറേണ്ടതുണ്ട്. അവിടുത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പിടയ്ക്കുകയും കണ്ണുകൾ നിറയുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്ന വിധത്തിലുള്ള മഹബ്ബത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് വേണം. എന്നെ മുന്നിലിരിക്കുന്ന പലരും, അധികം ആളുകളും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയും അതിൻ്റെ കൊടി പിടിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും അല്ലാതെയുമൊക്കെ ആ പ്രസ്ഥാനത്തെ നയിക്കുന്ന നേതൃത്വത്തിന്റെ പേരുകൾ പറയുമ്പോൾ രോമാഞ്ചം കൊണ്ടവരാണ് നമ്മൾ. വലിയ ശബ്ദത്തിൽ മുദ്രാവാക്യം മുഴക്കിയവരാണ് നമ്മൾ. വെയിലെന്നോ മഴയെന്നോ വകവയ്ക്കാതെ, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തങ്ങളുടെ നേതാവിൻ്റെ, തങ്ങളുടെ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി അധ്വാനിച്ചവരാണ് നമ്മിൽ പലരും. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിൻ്റെ പേര് കേൾക്കുമ്പോൾ ഏതു വിധത്തിലായിരുന്നു അവരുടെ മനസ്സ്, അവരുടെ ശരീരമെന്ന് മഹാനായ ഖാദി ഇയാദ് റഹ്മഹുല്ലാ തൻ്റെ അശ്ശിഫാ ബിഹുഖൂഖിൽ മുസ്തഫ എന്ന ചരിത്ര പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കാന അസ്ഹാബുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ലാ യദ്കുറൂനഹു ഇല്ലാ ഖശഉ വഖശഅറത് ജുലൂദുഹും വബക്കൗ വകദാലിക കസീറുൻ മിനത് താബിഈൻ. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, മുത്തുനബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ മുത്തുനബി തങ്ങളെക്കുറിച്ച് സ്വയം അവർ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായാൽ, ലാ യദ്കുറൂനഹു ഇല്ലാ ഖശഉ, അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കും. വഖശഅറത് ജുലൂദുഹും, അവർക്ക് രോമാഞ്ചമുണ്ടാകും. വബക്കൗ, അവർ കൂട്ടമായി കരയും. മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ സ്വഹാബത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. ഇപ്രകാരം തന്നെയായിരുന്നു താബിഈങ്ങളിൽപ്പെട്ട അധികം ആളുകളും മുത്തുനബി തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം പിടയ്ക്കുമായിരുന്നു, കണ്ണുകൾ നിറയുമായിരുന്നു എന്ന് മഹാനായ ഖാദി ഇയാദ് റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഖാദിം 10 വർഷത്തോളം മുത്തുനബി തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത മഹാനാണ് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി തങ്ങളെ യഖ്ലത്തിലും മനാമിലും കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ മിൻ ലൈലത്തിൻ ഇല്ലാ وأنا أرى فيها حبيبي صلى الله عليه وسلم ثم يبكي. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, താരീഖ് ഇബ്നു സഅദിൽ നമുക്ക് ഈ സംഭവം കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മാ മിൻ ലൈലത്തിൻ വഅന അറാ ഫീഹാ ഹബീബി, ഒരൊറ്റ രാത്രിയും ഞാൻ എൻ്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാതിരുന്നിട്ടില്ല. എല്ലാ രാത്രിയിലും മുത്തുനബി തങ്ങളെ ഞാൻ കാണുമായിരുന്നു. ആ കാഴ്ച കാണുമ്പോ ഞാൻ വല്ലാതെ കരയുമായിരുന്നു എന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള അവരുടെ മഹബ്ബത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കാരണമായിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് അവരുടെ മരണവേദന പോലും മറന്നുപോയ സംഭവം പ്രിയപ്പെട്ടവരെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ബാങ്ക് കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഭാഗമെത്തുമ്പോ മുത്തുനബി തങ്ങളോടുള്ള വല്ലാത്ത സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിർഗളിച്ചിട്ട് ആ വചനങ്ങൾ പൂർത്തീകരിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. ആ ബിലാല് തങ്ങള് വഫാത്താകുന്ന നേരം, അവിടുന്ന് മരണശയ്യയിൽ കിടക്കുന്ന നേരം, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഭാര്യയൊക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭമാണ്. അവരുടെ ഭാര്യ പറയുന്നു, വാ ഹുസ്നാ, എന്തൊരു സങ്കടമാണ്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണശയ്യയിലാണല്ലോ, വല്ലാത്ത വിഷമത്തിലാണല്ലോ, വലിയ വേദന സഹിക്കുകയാണല്ലോ. വാ ഹുസ്നാ, എന്ത് സങ്കടമുള്ള അവസ്ഥയാണിത് എന്ന് ഭാര്യ പറയുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ തിരുത്തിക്കൊണ്ട് പറയുന്നു, ബൽ വാ ത്വറബാ, മോളെ അങ്ങനെയല്ല കേട്ടോ, വലിയ ആനന്ദമുള്ള നിമിഷമാണ്, സന്തോഷമുള്ള നിമിഷമാണ്, ഞാൻ മനസ്സിൽ വലിയ സന്തുഷ്ടനാണ്. വദന്നൽ ഖൽഹിബ്ബ മുഹമ്മദാ, നാളെ ഞാൻ എൻ്റെ സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ സ്നേഹിതൻ, എൻ്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോവുകയാണ്. ഞാൻ പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? വാ ത്വറബാ, എനിക്ക് വല്ലാത്ത ആനന്ദമാണ് കേട്ടോ. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, മരണാസന്നനായി കിടക്കുമ്പോൾ, മരണത്തിൻ്റെ കഠിനമായ വേദന പിടികൂടുമ്പോഴും മുത്തുനബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ആ വേദന അവർ മറക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ എനിക്ക് കാണാനുള്ള അവസരം എൻ്റെ മരണത്തിലൂടെ തുറന്നു വരികയാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവർ സന്തോഷിക്കുന്നു. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ്
റളിയല്ലാഹു അൻഹു. ഇതാണ് മഹാന്മാരുടെ അവസ്ഥ. ഇന്നും കാര്യങ്ങൾ ഇങ്ങനെയല്ലേ? എത്രയെത്ര മഹത്തുക്കളാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ ആ ബൈത്തുകൾ കേൾക്കുമ്പോൾ, മദ്ഹുകൾ കേൾക്കുമ്പോൾ, അവിടുത്തെ പേരുകൾ കേൾക്കുമ്പോൾ, സ്വലാത്ത് സലാമുകൾ കേൾക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നു, മനസ്സുകൾ പിടയ്ക്കുന്നു. പരിശുദ്ധമായ പച്ചക്കുബ്ബയെക്കുറിച്ചുള്ള ഓർമ്മകൾ, മദീന മുനവ്വറയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അത് പറയപ്പെടുമ്പോ മനസ്സ് പിടയാത്ത വിശ്വാസികളുണ്ടോ? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിനാ മക്കത്ത ഔ അസദ്ദാ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവേ, മദീനയെ നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി തരണേ അല്ലാ. കഹുബ്ബിനാ മക്ക, മക്കയെ ഞങ്ങൾ സ്നേഹിച്ചതുപോലെ മദീനയെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി തരണേ അല്ലാ. ഔ അസദ്ദാ, അല്ലെങ്കിൽ മക്കയേക്കാൾ കുറച്ചുകൂടി അധികം മദീനയോടുള്ള പ്രണയമ സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കണേ അല്ലാ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ദുആയാണ്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആദരവായ നബി തങ്ങളുടെ മഹത്വങ്ങൾ പറയുന്നത്, അവിടുത്തെ മദ്ഹ് മനാഖിബുകൾ ചൊല്ലുന്നത്, അത് താല്പര്യത്തോടെ കേൾക്കുന്നത്, ഇതൊക്കെ ദുനിയാവിലും ആഖിറത്തിലും വലിയ നന്മ നേടിത്തരുന്ന സൽക്കർമ്മങ്ങളാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ മൗലിദിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മളത് സംഘടിപ്പിക്കുന്നത്, നാം അതിൽ നല്ല സജീവമായി ഇടപെടുന്നത്, അതിനുവേണ്ടി നമ്മൾ സമ്പത്ത് മുടക്കാൻ തയ്യാറാകുന്നത് കണ്ടില്ലേ നിങ്ങൾ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അതേ സ്വഹാബത്ത് കൂട്ടം കൂടിയിരിക്കുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പള്ളിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടമായിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നു, മാ അജ്ലസക്കും ഓ സ്വഹാബാ, എന്താണ് നിങ്ങളെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം? ഉടനെ സ്വഹാബത്ത് പറയുന്ന മറുപടി, ജലസ്നാ നദ്ഉല്ലാഹ വനഹ്മദുഹു അലാ മാ ഹദാനാ ലിദീനിഹി. നബിയേ, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന്റെ പേരിൽ, ഈ വിശുദ്ധ ഇസ്ലാമിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തിയതിന്റെ പേരിൽ ഞങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അല്ലാഹുവിനെ ഹംദ് പറയുകയാണ്. വമന്ന അലൈനാ ബികാ, അതുപോലെ അങ്ങയെ ഞങ്ങൾക്ക് അല്ലാഹു തന്നല്ലോ, അങ്ങയെ ഞങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹിച്ചു പ്രവാചകനായി നൽകിയല്ലോ എന്ന സന്തോഷം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അല്ലാഹുവിനോട് സന്തോഷം പറയുകയാണ്, സ്തുതിക്കുകയാണ്. ഉടനെ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്നമാ അതാനി ജിബ്രീലു അലൈഹിസ്സലാം. ഓ പ്രിയപ്പെട്ട സ്വഹാബാ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു. ഫഅഖ്ബറനി അന്നല്ലാഹ അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക. അല്ലാഹുവിനെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയില്ലേ? എന്നെ നിങ്ങൾക്ക് നബിയായി കിട്ടിയതിലുള്ള സന്തോഷം നിങ്ങൾ പങ്കുവെച്ച് എൻ്റെ മദ്ഹുകൾ നിങ്ങൾ പറഞ്ഞില്ലേ? അന്നല്ലാഹ അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക. അല്ലാഹു തആല മലക്കുകളോട് നിങ്ങളെക്കുറിച്ച് അഭിമാനം പറയുകയാണ് സ്വഹാബാ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, നമ്മൾ വളരെ കൃത്യമാണ്, കാര്യങ്ങൾ ഇവിടെ വളരെ കൃത്യമാണ്. നമ്മൾ ഓതുന്ന മദ്ഹുകൾ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് തന്നെയാണ്, സ്വഹാബത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് തന്നെയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് മുത്തുനബി തങ്ങളുടെ മദ്ഹുകൾ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് അത് മാതൃകയാക്കിയിട്ടാണ് നമ്മളും അല്ലാഹുവിൻ്റെ റസൂലിനെ മദ്ഹ് ചെയ്യുന്നത്. അന്ത ഉമ്മുൻ അം അബു
മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിൻ്റെ റസൂലിനെ നമ്മൾ മദ്ഹ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ എല്ലാവരെക്കാളും പ്രിയപ്പെട്ടതായി അല്ലാഹുവിൻ്റെ റസൂലിനെ നമ്മൾ പ്രശംസിക്കുന്നത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ നിർദ്ദേശമാണ്, അവിടുത്തെ കൃത്യമായ ഉപദേശമാണ്, സ്വഹാബത്തിൻ്റെ ചര്യയാണ്. അത് തന്നെയാണ് നമ്മൾ പുലർത്തിപ്പോരുന്നത്. ഖിയാമത്ത് നാൾ വരെ അത് ഈ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും. നമ്മുടെ കാലത്തും അത് നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഒരു സംഭവം, പ്രിയപ്പെട്ടവരെ നമ്മളിത് കേൾക്കാതെ പോകരുത്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈം ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സംഭവം ഹാക്കിമും ബൈഹഖിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അൽ ബിദായ വൻ നിഹായയിൽ ഈ സംഭവം കാണാം. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഈ സ്വാബയിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട ഖുറൈം ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാജർതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻസ്വറഫഹു മിൻ തബൂക്ക്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ വന്ന് സന്ദർശിക്കാൻ, മുത്തുനബി തങ്ങളെ കാണാൻ വേണ്ടി ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിന്റെ സമീപത്തേക്ക് ചെന്നു. ഫസമിഅത്തുൽ അബ്ബാസ യഖൂൽ, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പിതൃവ്യനാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഞാൻ കേട്ടു. യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ഉരീദു അൻ അംതദിഹക, നബിയേ ഞാൻ അങ്ങയുടെ മദ്ഹ് പറയാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങയെ പുകഴ്ത്താൻ, മദ്ഹ് പറയാൻ, പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങതിനെനിക്ക് സമ്മതം തരണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടി, ഖുൽ, ഓ അബ്ബാസ് തങ്ങളെ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞ് സമ്മതം കൊടുക്കുക മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ ലഭിക്കുന്ന നേട്ടം കൂടി അതിനോട് ചേർത്തുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയുന്നു, ലാ യഫ്ളുലില്ലാഹു ഫാക്ക, അല്ലാഹു നിങ്ങളുടെ വായയെ ഒരു നിലയ്ക്കും കേടുവരുത്താതിരിക്കട്ടെ എന്ന് മുത്തുനബി തങ്ങൾ ദ്വാരക്കാണ്. അല്ലാഹുവിൻ്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന നാവ്, മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറയുന്ന വായ, അതിന് രോഗങ്ങൾ ഉണ്ടാവില്ല എന്നതിന്റെ സൂചനയായി മഹാന്മാർ ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു 90 വയസ്സ് വരെ ജീവിച്ച മഹാനാണ്, സ്വഹാബിയാണ്. അദ്ദേഹം 90ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോഴും ഒരൊറ്റ പല്ലുപോലും ബഹുമാനപ്പെട്ടവരുടെ കേടുവന്നിട്ടില്ല എന്ന് അനുഭവസ്ഥരായ സ്വഹാബത്ത് രേഖപ്പെടുത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ബൈത്ത് ചൊല്ലുകയാണ്, മിൻ ഖബ്ലിഹാ തിബ്ത ഫിൽ ലിലാലി വഫീ മുസ്തൗദഇൻ ഹൈസു യുഖസ്സഫുൽ വറ. വിശാലമായ വരികളാണ്, വിശദീകരിക്കാൻ നമുക്ക് സമയം കുറവുണ്ട്, ഞാനതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂലിന്റെ മദ്ഹുകൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് വൃക്ഷങ്ങൾ നിറഞ്ഞ സ്വർഗത്തിന്റെ തണലിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ പരിശുദ്ധമായ അവസ്ഥയിലായിരുന്നല്ലോ നബിയെ അങ്ങുണ്ടായിരുന്നത്. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിൽ അങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടും വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല സന്തോഷത്തോടെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വഅന്തലമ്മാ ഉലിത്ത അസ്റഖത്തിൽ അർളു വളാഅത് ബിനൂരിക്കൽ ഉഫുഖു, അങ്ങീ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ടപ്പോ ഈ ഭൂമി മുഴുവനായി പ്രകാശിച്ചു നബിയേ, അങ്ങയുടെ പ്രകാശത്താൽ ചക്രവാളങ്ങൾ മുഴുവൻ പ്രകാശിച്ചു നബിയേ. സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിന്റെ മദ്ഹ് പാടുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ മൗലിദ്, ഇത് തന്നെയാണ് മങ്കൂസ് മൗലിദ്, ഇത് തന്നെയാണ് ശറഫുൽ അനാ മൗലിദ്, ഇത് തന്നെയാണ് നമ്മുടെ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച മുത്തുനബി തങ്ങളുടെ മദ്ഹുകൾ. അത് പറയുകയും പാടുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ സഹായം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു
സംശയവുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മുൻ വർഷങ്ങളിലേതുപോലെ അതിനേക്കാൾ ഒന്നുകൂടി സജീവമായി മൗലിദിന്റെ സദസ്സുകൾ നമുക്കൊരുക്കേണ്ടതുണ്ട്. നാഥനായ റബ്ബ് തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മൗലിദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തു കൂടിയാണല്ലോ, അല്ലേ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി. ഇതൊക്കെ പാടുമ്പോഴേക്ക് ഈമാൻ ചോർന്നു പോകുന്ന എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുക? ഇതൊക്കെ പാടുമ്പോഴേക്ക് ദീനീന്ന് പുറത്തു പോകുന്ന എങ്ങനെയാ പറയാൻ പറ്റുക? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ആ നബി തങ്ങളുടെ മേലെ സ്വലാത്തുകളും സലാമുകളും ചൊല്ലണമെന്ന് പഠിപ്പിച്ച ആ സ്വലാത്ത് ഇങ്ങനെ മനോഹരമായി ചൊല്ലുന്നതിനെ തടയുന്നവർ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പള്ളികൾ മൗലിദിനാൽ സജീവമാകണം, വീടുകൾ മൗലിദിനാൽ സജീവമാകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന് വേണ്ടി നമുക്ക് എന്താണോ ചെലവഴിക്കാൻ കഴിയുന്നത് ചെലവഴിക്കാൻ സാധിക്കണം. അതിലൊക്കെ വലിയ മഹത്വമുണ്ട് എന്ന് നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന ആഴ്ചകളിൽ നമുക്ക് പറയാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ അവസരത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.